നീ ഇതിനെ തടയുന്ന അയാൾ പറയട്ടെ. ഇപ്പൊ ഞാൻ കിടക്കുന്ന അടുത്ത അടി ഇന്ന് കൊറേ ടിഷ്യൂവും ടിഷ്യൂ കക്കൂസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ബെഡ്. ഇതിന് നിലവാരമില്ല. പവർ ടീം പറഞ്ഞോ. പവർ ടീം ഓക്കെ. അപ്പൊ ഞങ്ങളുടെ പവർ പേജ് ഡോർ അങ്ങോട്ട് ലോക്കിയിട്ട് ജിൻഡോനെ നിനക്ക് വൈകുന്നേരം വരെ തരാം. ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു. ഈ പെട്ടി മോൾ വെച്ച് അത് എടുത്തതിന് പറയാണ് ആൾക്ക് ഇന്ന് ഇവിടെ കിടക്കണം, ഞാൻ അവിടെ ഇവിടെ പോയി കിടക്കാന്ന് പറഞ്ഞ ആള് ഈ രീതിയിൽ പറയാനാണ് ക്യാപ്റ്റന്റെ പവർ. ഇതാണ് ജനാധിപത്യത്തിലൂടെ ക്യാപ്റ്റൻ ഇങ്ങനെ ഇതാക്കിയത്. ക്യാപ്റ്റൻ എവിടെ വേണമെങ്കിലും കിടക്കാം. ഞാൻ കിടക്കുന്നോടത്ത് തന്നെ വന്നിട്ട് കിടക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നീ കിടക്കുന്നോടത്തല്ല, ഞാൻ കിടക്കുന്ന ബെഡാണിത്. അതെ, നീ കിടക്കുന്ന ഞാൻ കിടക്കുന്ന ബെഡാണ്. ഒരു മിനിറ്റ്. ഞാൻ കിടക്കുന്ന ബെഡാണിത്, അത് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ജനാധിപത്യ ക്യാപ്റ്റനാണ്? നിങ്ങൾക്കിപ്പോ ഞാൻ പറഞ്ഞ കേട്ടില്ലേ? എങ്ങനെയുണ്ട് നീതി കൊടുക്കാം. നീതി കൊടുക്കണം. ഞാൻ പറയട്ടെ, ആ സാധനം ഇല്ല. ക്യാപ്റ്റൻ എവിടെ വേണമെങ്കിലും കിടക്കാം. അത് പറ്റൂല. അവള് കിടക്കുന്ന കട്ടിൽ കിടക്കാൻ പറ്റൂല. കട്ടിൽ കിടക്കാൻ അത്ര അത് അത് പവർ ടീമിന്റെ സാധനം ഇല്ല. അത് തൂരി വെച്ചേക്കണ്. അത് ഉണ്ടെന്ന് വിചാരിച്ചു. അത് വെച്ച് പറയാണ് പറ്റൂല. ശങ്കര നിയമമില്ല. ക്യാപ്റ്റൻ എവിടെ വേണമെങ്കിലും കിടക്കാം. ഞാൻ കിടക്കുന്നോടത്ത് വന്ന് കിടക്കുന്നത് എനിക്ക് ടാർഗറ്റ് ചെയ്ത മാതിരി ഫീൽ ചെയ്തിട്ടുണ്ട്. നീ കിടക്കുന്നോട് കിടക്കണോ? ഞാനാണ് ഈ ബെഡിൽ ആയിക്കോട്ടെ. ഞാൻ കിടക്കുന്നിടത്താണ് നിങ്ങൾ വന്നെങ്കിൽ നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. കേട്ടാ? കേട്ടില്ലേ? പതുക്കെ സംസാരിക്കും. ഇവക്കെന്ത് നീതി? ഇതാണ് നീതി. ജിൻഡോട്ടൻ ഇവിടെ കിടക്കാൻ പറ്റില്ല. നിങ്ങൾ വന്നിട്ട് എന്റെ പെട്ടി കിടന്നു. കുഴപ്പമില്ല. 4ാമത്തെ ദിവസം പണിഷ്മെന്റ് തരാം. അപ്പൊ ക്യാപ്റ്റൻ മാറും. എന്റെ പൊന്നിന്റെ കേട്ടാ. നിങ്ങൾക്ക് ടണൽ സെറ്റപ്പ് റെഡി ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു കിടക്ക് പ്ലാൻ ഉണ്ട്. നിങ്ങളത് കേക്ക്. നിങ്ങൾ ഡെൻ റൂമിൽ കിടക്ക്. നല്ല സൗകര്യമില്ലേ? അവിടെ 4 ആളല്ലോ അല്ലേ? 4 ആളാണ്. ഒരു തടസ്സമല്ല, 100 തടസ്സമല്ല. മാറി ഒന്ന് മാറും. ഞാൻ 5 വരെ കിടന്നില്ല. ഒറ്റ ഉറപ്പിലായിരുന്നു. പൊളിക്കും. എന്റെ അടുത്ത് മാത്രമേ കോമഡികൾ ഏക്കത്തില്ല സിബിൻ. ബാക്കി എല്ലാവരുടെ നടക്കുമായിരിക്കും. എനിക്ക് വലിയ തമാശകളായിട്ട് ഞാൻ എന്റെ അടുത്ത് തമാശ കാണിക്കുന്നില്ല. ഞാൻ നിന്നോട് തമാശ കാണിക്കാൻ ബാക്കിയുള്ളവർ ചിരിച്ചാൽ മതി. ഇഗ്നോർ. അതാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിനാണ് ചിരിക്കുന്നേ. പ്രത്യാഘാതകം. അപ്പൊ നിങ്ങൾ എവിടെ കിടക്കാൻ തീരുമാനിച്ചോ? ഇഷ്ടം ക്യാപ്റ്റൻ എവിടെയും കിടക്കും. പക്ഷെ ക്യാപ്റ്റൻ ബെഡില് 2 ദിവസമായി വെക്കുന്നു പെട്ടി. അതൊന്ന് ശ്രദ്ധിക്കണം. പെട്ടി വെക്കലൊന്ന് ശ്രദ്ധിച്ചോളാം. പെട്ടി മുകളിൽ ചെയ്ത മിസ്റ്റേക്ക് ഇപ്പൊ ചൂണ്ടി കാണിച്ചോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇതാക്കിയത്. ഓക്കെ, ഞാൻ ഇവിടെ പെട്ടി വെച്ച് ഡ്രസ് മാറായിരുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ബിഗ് ബോസ് ഭയങ്കര രാവിലെ ഘോര പ്രസംഗങ്ങളായിരുന്നല്ലോ. അതൊക്കെ എവിടെ പോയി? നിങ്ങളെ മറുപടി അത്ര നിലവാരമില്ലാത്തതായോട് ഞാൻ മറുപടി ചോദിക്കുന്നില്ല. മറുപടി അല്ലേ ചോദിക്കാം. ഉദ്ദേശം ഉണ്ടാക്കി ഞങ്ങള് മാറിത്തരാം. നിങ്ങൾ ഒറ്റയ്ക്ക് അല്ല, ഇത് പവർ ടീമിനോട് ചോദിക്കാനുള്ളതാ. ഇതിന്റെ മാറ്ററേ അല്ല. മറ്റേ ഇല്ല ബിന്ദു പണിക്കന്റെ ചേച്ചിയുടെ വേഷം ചെയ്യാനുള്ളത് ഫുഡ് കഴിച്ചിട്ട് ചെയ്താ പോരെ? അത് ചെയ്യാൻ അതിട്ട് ഫുഡ് പക്ഷെ അപ്സര ബിസിയാണെന്ന്. നീ തോന്നിവാസം നിർത്തങ്ങൾ കണ്ടന്റ് ആണ് വേണമെങ്കിൽ അതിന്റെ ബക്കറ്റ് കയറാൻ നിൽക്കരുത്.
ഇരിക്കുക നിങ്ങൾക്ക് എന്നെ ഇവിടെ ടി വി അടിച്ചോറായി എന്റെ കണ്ടിട്ടുണ്ട്. ആ നല്ല ഊള കണ്ടന്റ്. ടി വി അടിച്ചോട് പിന്നെ ജാസ്മിൻ വെച്ച് കിട്ടിയത് എന്തേ ഇപ്പൊ രാവിലെ തന്നെ ഇവര് മോർണിംഗ് ടാസ്കിൽ അവിടെ പറഞ്ഞ ശേഷം അത് എന്നെല്ലാം പറഞ്ഞപ്പോ ഞാൻ മാറി നിന്നിട്ടുണ്ട്. പിന്നെയും വെറുതെ ഇപ്പൊ ഞാനിവിടെ ചെരുപ്പിടാൻ നടക്കുന്ന ആളായിരുന്നു. ഇവരെ പേര് പറഞ്ഞ സമയത്ത് ഞാൻ മാറി നിന്നു. അവിടെ ഞാൻ പിന്നെ സംസാരിക്കുന്നുണ്ടല്ലേ. ഇവരിന്ന് രാവിലെ അവിടുത്തെ മോർണിംഗ് ടാസ്കിൽ എന്താ പറയാ, ഞാൻ അപ്പാന്നുള്ളത് അമ്മാക്കണം, അപ്പാണത് അമ്മാക്ക് എന്ത് കാര്യമുള്ള ആള് പറയട്ടെ. എനിക്ക് ചോദിക്കാൻ അറിയണ്ടല്ലേ. ഞാൻ കുറെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മിണ്ടാണ്ടിരിക്കുമ്പോ തലേ കയറി ഇപ്പൊ ഞാൻ കിടക്കുന്നവർക്ക് ഒന്ന് ആൾക്ക് കിടക്കണം, അവിടെ എവിടെയും പോയി കിടന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആള് പറഞ്ഞാൽ ഇങ്ങനെ തുള്ളണം. ഞാന് തുള്ളണ്ട നീ തുള്ളണ്ട എന്നോട് തുള്ളാൻ പറഞ്ഞോ? തുള്ളണ്ടോ കാരണശം തുള്ളണ്ട. ഞാൻ തുള്ളിക്കണം. നിങ്ങൾ കാണണ്ടേ ഈ കഷ്ടം ആദ്യം അവിടെ എഴുതി ഇവിടെ കിടക്കുന്നത് അവിടെ ഇവിടെ ഇരിക്കുന്നു. നല്ല ക്യാപ്റ്റൻ ആള് ചെയ്യുന്ന മിസ്റ്റേക്ക് കാണിച്ചാല് ആ ആളെ ബെഡിൽ പോയി കിടക്കണം. വേണ്ട അവിടെ കിടക്കുന്ന കുഴപ്പമില്ല, പക്ഷെ ഉത്തരം കൊടുക്കരുത്. നന്ദി പറഞ്ഞ ഞാൻ കേൾക്കും. അവിടെ ഇരുന്ന് മറുപടികൾ കൊടുക്കരുത്. അവിടെ പോയി മോശം. നന്ദി പറഞ്ഞ ഞാൻ കേൾക്കും. പിള്ളേരെനിക്ക് സംരക്ഷിക്കാനുള്ള എല്ലാവിധ ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇവിടെ കിടക്കരുതിട്ടെന്ന്. അതന്നെ. ഓക്കെ ഓക്കെ ഞായറാഴ്ച നിങ്ങൾ ഇവിടെ കിടന്നോ, പക്ഷെ മറുപടികൾ കൂടുതൽ ഇവിടെ ഇടരുത്. ഓരോരോ മറുപടി മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡോറുള്ള അവിടെ പോയി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കയറിയാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനെന്ന് ചോദിച്ചേ ഇവളോട് വെക്കാണ് ഇവനോട് ഇവളും ചോദിക്കാം നിന്റെ കൈവേന ഉണ്ടോ നോക്കിയാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കൈവേന ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ നോറോട് ചോദിച്ചു നോറ നിനക്ക് കൈവേന ഉണ്ടോ? നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇനി കൈവേന ഉണ്ടോന്ന് പറയണേ. നിങ്ങളെ ഡ്രാമ നിർത്തിക്കാന്ന് ഞാൻ പറഞ്ഞേ. കണ്ട നിങ്ങൾ ഡ്രാമ നിർത്തിക്കോ. ഞാൻ കൈവേന ഉണ്ടോന്ന് ഇത്ര ചോദിച്ചിട്ടാണ് കെയറിംഗ് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. ഞാൻ കൈവേദന ഉണ്ടോന്ന് ചോദിച്ചിട്ടുള്ള ഡ്രാമ നിർത്തിക്കോളാം. ഞാൻ കൈവേദന ഉണ്ടോ എന്നാണ് ചോദിച്ചുള്ളൂ. അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളുടെ ഡ്രാമ നിർത്തിക്കോളാൻ. അതാണ് നിങ്ങൾ എന്നോട് സ്കൂൾ സ്നേഹം കാണിക്കണ്ട. അങ്ങനെയൊക്കെ നാട്ടിക്ക് നാണം കെടുത്ത് പലതും പറയും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വന്നൊരു സോറിയും പറയും. കാരണം അത് ജനങ്ങൾക്കുള്ളതാണ്, നമുക്കുള്ളതല്ല, ജനങ്ങൾക്കുള്ളത്. അങ്ങനെയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളോട് സ്നേഹിക്കും. നിങ്ങൾ കുറ്റം കണ്ടാൽ ഞാൻ ശിക്ഷിക്കും. അത് നിന്നെ അനിയത്തി എന്ന് പറഞ്ഞിട്ട് നിനക്കൊരു സമയത്ത് കിട്ടിയില്ലായിരുന്നോ? പറഞ്ഞില്ലേ? അതങ്ങനെയാണ് അനിയത്തിനെ പറയുമ്പോൾ. വീട്ടിൽ അനിയത്തി ചേട്ടനും അച്ഛനും അമ്മയൊക്കെ അടി ഉണ്ടാവില്ലേ? ആ ചേട്ടനും അച്ഛനും അടി ഉണ്ടാവുന്നേ ഫസ്റ്റ്. അവളെ പറ്റി എന്താ പറഞ്ഞേ? അനിയത്തിനോട് പറഞ്ഞ നിങ്ങളല്ല, എന്താണ് അനിയത്തിനോട് പറഞ്ഞ വർത്താനാണോ പറഞ്ഞത്? എന്നാ അച്ഛൻ മോളോട് പറഞ്ഞ എന്താ ചോദിച്ചു? എന്നോട് അനിയത്തിയോട് സുഖമാണല്ലോ എവിടെയെങ്കിലും വന്ന് ഇച്ചിരി കുന്തിരിക്കോ അടിച്ച് ഇരുത്താൻ വേണ്ടി വരുന്നതാ. വരും, ഇനിയും വരും. അത് എന്താ എന്നെ പറഞ്ഞപ്പോ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങളുടെ വരുന്നേ ഇല്ല. നിങ്ങൾക്ക് വരാൻ എനിക്ക് ഒരു തുള്ളി പോലും ഇഷ്ടമല്ല. ഒരു തുള്ളി പോലും. അത്രയ്ക്ക് എനിക്ക് പുച്ഛമാണ്. താങ്ക് യു. നിങ്ങളെ പോലുള്ള ഒരു പുച്ഛിക്കുന്നതാണ് എനിക്ക് കിട്ടുന്ന അവാർഡ്. അങ്ങനെ പുച്ഛിക്കണം, അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. ഇതാടേ ഈ തോർത്ത് സോഫയിൽ ഇരിക്കുന്നത് ഇന്നാണ് അവള് കണ്ടത്. പറയണില്ലേ ഇവിടെ അത്രയും മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞത് വൃത്തി എന്ന് പറഞ്ഞ സാധനം ഇല്ല. വൃത്തി എന്ന് പറഞ്ഞ സാധനം ഇല്ല. അടുത്തൂടെ പോയിട്ടില്ല. ആവശ്യമുള്ളവർ ഏറ്റുപിടിച്ചു. നീ എന്നെ അല്ല ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലായി. ആ ഇത്രേ ഉള്ളൂ. പറയണ്ടെന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഇല്ലടാ, ഈ ഒരു മാതിരി ബ്രെഡ് കിട്ടിയപ്പോ എന്നെ മറന്നില്ലടാ. രണ്ട് ബ്രെഡ് നിന്നെ ഇത്രയൊന്നും ഇൻസൾട്ട് ചെയ്യുന്നില്ല. അതെങ്കിലും വിചാരിച്ചു നീ സമാധാനം. രണ്ട് ഞാൻ ഈ റൂമിലല്ല. നോറനെ ഇത്രയും നല്ല നോറനെ ഇൻസൾട്ട് ചെയ്യാറേ ഇല്ല. ഒന്നും പറയാറില്ല നോറ. നോറ എന്നെ എന്തെങ്കിലും പറഞ്ഞാല് ഞാൻ ചിരിക്കും. നിങ്ങൾ സ്നേഹത്തോടെ ഇക്കാന്ന് പറയുമ്പോ നീ ഉച്ച കഴിക്കുന്നില്ല. നിന്റെ ഒരു ദോശ ഞാൻ ഒന്നേ തിന്നിട്ടാ പോയേ. ഞാൻ ഒരു ചപ്പാത്തി 3 ചപ്പാത്തി പറ്റിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നീ ഇന്ന് ഭക്ഷണമില്ല. ബ്രെഡ് അടിച്ച് കയറ്റിയിട്ടില്ലേ? മത്സരിച്ച് ജയിച്ചതിന് പാർട്ടി തരുന്ന ശിക്ഷ. ഫുഡ് കഴിക്കണ്ടെന്ന്. ആ ബ്രെഡും ഓംലെറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി. എടാ, അതിനകത്ത് കയറിയ അതിനകത്തുള്ള കളി, പുറത്തിരുന്ന പുറത്തുള്ള കളി. ഞങ്ങൾക്കൊക്കെ അത്രേ ഉള്ളൂ. അവർ ടീം
അർജന്റീനത്താണെങ്കിൽ പിന്നെ ഭാരമാണ്, റെസ്പോൺസിബിലിറ്റി. അതാണ് ഒരു പരിപാടി ഒപ്പിക്കാൻ പറ്റൂല. ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ കുഴപ്പമില്ലട്ടോ. ഇല്ല, ഇന്ന് കിട്ടിയില്ല കാശ. അഭിനയിക്കുന്നതും അല്ലാത്തതും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതില്ലേ ആദ്യമായിട്ടാണെങ്കിൽ ഓക്കെ ഫൈൻ. ഇപ്പൊ ഇങ്ങളെ കുറ്റപ്പെടുത്തുക, ബിക്കോസ് നിങ്ങൾ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഇത് അനുഭവിച്ച ഇന്നോടൊക്കെ പറയുമ്പോൾ എനിക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. ഇപ്പൊ എനിക്ക് ഞാൻ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. ഇപ്പൊ ഇവനെ ജിൻഡോട്ടനെ എനിക്ക് ജിൻഡോട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഡിഫോൾട്ട് എന്റെ മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. ഇയാൾ എന്തൊക്കെ ചെയ്യുന്ന എന്റെ മൈൻഡ് സെറ്റാണ്. ഇവർ നോറ ചെയ്ത് പുറത്താക്കിയപ്പം ഇവർ തിരിച്ചു വരണോ ചോദിച്ചാൽ തിരിച്ചു വരണ പറഞ്ഞ കൂട്ടത്തിലുള്ള ആളെ നീ എന്നോട് സംസാരിക്കൂലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നതിന് റിപ്ലൈ അടിക്കാതിരി. ഉണ്ടായിരി അവിടെ മൂലയിൽ. ഞാൻ പറഞ്ഞില്ല അച്ഛന്ന് പറയുമ്പോൾ അമ്മന്ന് പറയുന്നു. അവളുടെ കാര്യമല്ലോ എന്റെ അടുത്ത് സംസാരം താല്പര്യം. ഞാൻ അടിക്കുന്ന കൗണ്ടർ പിടിക്കാതിരി. പിടിച്ചാൽ ഞാൻ വേറെ ഞാൻ വല്ലതും പറയാം. ചേട്ടാ ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ സംസാരിച്ചോണ്ട് ഈ റൂമിൽ ആ കുളിമുറിയിലെ ടിഷ്യൂ ഇടുന്നുണ്ട് ഇപ്പോഴും. ഇന്ന് ഞാൻ കുളിക്കാൻ പോയപ്പോഴും കണ്ടു ടിഷ്യൂ നിലത്തിട്ട്. എപ്പോഴും കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ടിഷ്യൂ ഇങ്ങനെ അത് കുളിമുറിയിൽ ഇടുമ്പോ അത് ബ്ലോക്ക് ആവാൻ ഇങ്ങനെ ആക്കും. അപ്പൊ നിലത്ത് വീഴും. അങ്ങനെ ചെയ്യുന്ന ഒരാളെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ റൂമിന്റെ ക്യാപ്റ്റൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞ ആക്ട് ചെയ്യുന്ന ആളെ നമുക്ക് ഇങ്ങനെ കുത്താം, ഇങ്ങനെയും കുത്താം. ഇങ്ങനെ കുത്തിയ അതിന് അന്തസ്സുണ്ട്, ഇങ്ങനെ കുത്തുന്നവനെ അന്തസ്സില്ലാത്തവെന്ന് പറയാം. നേരിട്ടാണ് അടിയൊക്കെ തരുന്നത്, എന്നിട്ട് കിട്ടിയിട്ട് മനസ്സിലാവുന്നില്ലേ എന്ത് കഷ്ടമാണിത്. നേരിട്ടല്ലേ അടിക്കുന്നേ. ഇയാൾ ഏതാണ്? പേര് വന്നാലും വലിഞ്ഞു കയറി അങ്ങ് പിടിച്ചു. നേരിട്ടടിക്കും. എന്താണ് പ്രശ്നം? പേര് പറഞ്ഞാണ് കൊടുക്കുന്നത്. പിന്നെ ആളെന്ന് പറഞ്ഞാണ് കെട്ടരുന്നത്. അപ്പൊ അത് ട്രോഫി മേടിക്കുക പോവുക, അത്രേ ഉള്ളൂ. ട്രോഫി കൊണ്ടുപോയാ അതെ. ഈ മാറാമ്പൽ ആദ്യം തൂത്തോളണേ. ആരാണ് മുകളിലേക്ക് ഞാൻ മുകളിലേക്ക് കിടന്നപ്പോ കണ്ടു. ഇത്ര നേരം ഇവിടെ കിടന്ന ആൾക്കാർ കണ്ടു. ഞാൻ എനിക്ക് ഉത്തരവാദിത്തമില്ല. എനിക്ക് ചെയ്യിപ്പിക്കാന്നുള്ളതാണ്, ചെയ്യാന്നുള്ളതല്ല. ചെയ്യിപ്പിക്കുന്നത് മോനെ എനിക്കൊരു പണി എടുക്കണ്ടടാ, മനസ്സിലാക്കുക. പവർ ടീമിന് വീടിന്റെ പിടിക്കുക, നിങ്ങളെ അനുസരിപ്പിക്കുക, ചെയ്യിപ്പിക്കുക, അതൊക്കെയാണ് അത്. അല്ലാണ്ട് നിങ്ങള് എന്നെ പണിയെടുപ്പിക്കാൻ വരില്ലേ. കൾച്ചർ അതൊക്കെ ആക്ഷനാണ്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഞാൻ ജിൻഡോ എന്നൊരു സാധനം എക്സ്പെക്ട് ചെയ്യുന്നു. അടുത്തൂടെ പോയിട്ടില്ല. ഞാൻ ജിൻഡോ എന്നൊരു സാധനം അക്സെപ്റ്റ്. അത് ക്യാപ്റ്റൻ വന്നത് മെജോറിറ്റി. നീ അല്ലെങ്കിൽ വോട്ട് ചെയ്തല്ലോ എനിക്ക്. നിന്റെ റീചാർജ് പോയിന്റിലുണ്ട്. ഐ ബ്ലൂ ഐ. ഞാൻ ഇങ്ങനെ ഇരുന്നിപ്പോഴും വലിയ പണി അതാ ഈ വീട്ടിലെ ഏറ്റവും ഒരു അതായത് ജിൻഡോട്ടന് എന്ത് പറഞ്ഞാൽ എന്ത് റിട്ടേൺ എവിടെ കിട്ടുമെന്നറിയാം. മനസ്സിലായ? പുള്ളി ഇവിടെ പറയുന്ന പല കാര്യങ്ങളും, പുള്ളി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്കുള്ളതല്ല. അത് നമ്മൾ എടുക്കരുത്. അത് വെളിയിൽ പോകാനുള്ള സാധനങ്ങൾ മനസ്സിലാക്കി വിടുക. അതങ്ങ് പോട്ടെ. അവിടെ പോയിട്ട് അവര് ജഡ്ജ് ചെയ്യും. ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഇവർ ഈ പെട്ടി വെച്ചപ്പം ഓക്കെ സോറി പറഞ്ഞ് മാറ്റി വെച്ചാൽ തീർന്ന പ്രശ്നമാണ്. അപ്പോഴേക്ക് പറഞ്ഞ മറുപടി എന്താ? ഇന്ന് നീ ഇവിടെ കിടക്കില്ല, ഞാൻ അവിടെ കിടക്കാം. ഇതാണ് തന്ന മറുപടി. ഇന്ന് നീ ഇവിടെ കിടക്കൂല, ഞാൻ അവിടെ കിടക്കാന്നല്ല. ഞാൻ ഇന്ന് സിബിൻ ചേട്ടാ മര്യാദക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്നേ. ദാറ്റ്സ് ഓൾ. എന്റെ സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു. വേണ്ടത് പറയില്ല. അത് നിന്റെ ബെഡാന്ന് നിങ്ങൾക്ക് അറിയൂലേ? നിന്റെ ബെഡാന്ന് ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യം എനിക്ക്. ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്നേ. ദാറ്റ്സ് ഓൾ. എല്ലാ പോയിന്റ് കുത്തിക്കോട്ടെ ജാസ്മിൻ ചേച്ചി പറഞ്ഞ ഈ പറഞ്ഞെന്താ അതിനൊരു ക്ലാസ് സാധനം അതിൻ്റെ ഇടയിൽ ഇവിടെ ചാടി നീച്ച് ബെഡിനോട്ട്. അതേ പുറത്തിറങ്ങി വീട്ടിലേക്ക് ഒരു വരവ് വരുന്നു. സത്യം പറ, എനിക്ക് വീടറിയില്ല. വീട് പുല്ലേഴിലാന്നറിയാം. എന്റെ വീട് അയ്യുന്നുള്ളൂ, തറവാട് പുല്ലേഴിലാണ്. പക്ഷെ ആളുടെ വീട് ഞാൻ കണ്ടിട്ടില്ല. 10 മിനിറ്റ് വീടറിയില്ല. 10 മിനിറ്റ് ഉണ്ട്.
10 മിനിറ്റ് വീടറിയണ്ടേ? നടന്ന വീടറിയില്ല. അമ്മയ്ക്കറിയോ? അമ്മക്കറിയാം. അമ്മനെ കൊണ്ട് പോകും എന്റെ വണ്ടി സാധനം പറ്റേ 10 മിനിറ്റ്. അഭിചന്റെ പേടി എന്റെ അമ്മ പിടിച്ച് വെട്ടത്തി കൊണ്ട് നിൽക്കണ്ടോ അവിടെ. എന്നിട്ട് തുടങ്ങി. പിന്നെ അങ്ങോട്ട് ലാലട്ട് ചോദിക്കുന്നു എന്തിനാ പൊരിഞ്ഞ കച്ചറാണ് കിടന്നു. പിന്നെ അത് ഞങ്ങള് പിന്നെ രാവിലെ പെങ്ങളെ കെട്ടി രാവിലെ മറ്റേതായിരുന്നു രസമുള്ളത്. ഞങ്ങൾ ഉറങ്ങാൻ വഴുകി. ഞാൻ എന്നിട്ട് ഒരു 1-2 മണിക്കൂർ നീച്ച് അവിടെ ലൈറ്റ് കാണുമ്പോ പാട്ട് വന്നാൽ വിളിക്കണം. ഗുഡ് മോർണിംഗ്. ഇവള് എന്റെ പാട്ട് വന്നാൽ വിളിക്കണം ഗുഡ് മോർണിംഗ്. എന്നിട്ട് ഇങ്ങനെ പോയിട്ടോ പിന്നെ നീച്ചത് വിളിക്കില്ലേ പാട്ട് വന്നാൽ വിളിക്കാം. ഓക്കെ ഉറക്കത്തില് സംസാരിക്ക. എന്തിനീ ഫുള്ള് എല്ലാം അവള് ഉറക്കത്തില് സംസാരിക്കും. അന്ന് തക്കാളിന്റെ വില വെച്ച് അല്ലെ ഒരു തക്കാളി. ജിന്റെ ചേട്ടൻ വന്നിട്ട് നടന്നു ഞാൻ ഉറക്കത്തില്ല. ജിന്റെ ചേട്ടൻ ഇവിടെ നിൽക്ക, ഞാൻ ഇവിടെ നിന്ന് ഒരു തക്കാളി. ജിന്റെ ചേട്ടൻ എന്ത് ഒരു തക്കാളി വീണ്ടും കടന്നു. അറിയില്ല ഞാൻ പറയണത് എന്താന്ന്. ലക്ഷറി ബഡ്ജറ്റ് ചെയ്ത് ഓർത്ത് കിടന്നായിരിക്കും ടിവിയില്. അങ്ങനെ ഓർത്ത് കിടന്ന് ഇങ്ങനെ കിടന്നു. ഇന്നുണ്ടാവില്ലേ ലക്സറി? മറ്റേ നായ അടി കഴിഞ്ഞോ? നോറേജിന്റെ വർത്താനം പറയുന്നത് ഒന്നും കേക്കില്ല. അഭിഷേക് ചേട്ടൻ എങ്ങനെ ഉറങ്ങാന്നറിയോ? ഞെട്ടിനിക്കും. നമുക്ക് ഡിസ്റ്റർബ് അഭിഷേക് ഏത് KS ഞെട്ടി തിരിഞ്ഞടക്കും. വീണ്ടും ഞെട്ടും തിരിഞ്ഞടക്കും. പഞ്ചപാവട്ട കേട്ടിട്ടുണ്ടോ? ഇതിന്റെ പല രീതിയിലും അയ്യോ ഞാൻ ഇവളൊരു ദിവസം നീച്ചിട്ട് എന്നോട് കലിപ്പ് ചേട്ടോ ജിൻഡോനോട് കൊടുക്കാൻ എന്നെ ചൂടാണ്. എന്നിട്ട് രാവിലെ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ ജിന്റെ ചേട്ടാ എനിക്കല്ലേ സായി ചേട്ടാ അപ്പം സായി ചേട്ടൻ എന്ത് കൂർക്ക വലിയ പറയാം എനിക്ക് ചിട്ടിക്കൊണ്ട് അടിച്ചു. ഇതൊന്നല്ല ഇനിയുണ്ട് ബ്രേക്കൊക്കെ ആവും. ഇടയ്ക്ക് പുള്ളി പവർ വേണം രാത്രി വലിക്കും, പിന്നെ ഇടയ്ക്ക് മുറുക്കിട തിന്നും. കഴിക്കാല്ല കൂർക്കാന്ത പറയാ. കൂർക്കാണെങ്കിൽ ഉറങ്ങിയിട്ട് എണീക്കും പുള്ളി. മുറുക്കിട മില്ലിൽ അറക്കണ വെച്ചാ ഇടയ്ക്കിടയ്ക്ക്. നീ അത് മനസ്സിലാക്ക്. നീ പറഞ്ഞ ആർക്കും മനസ്സിലാവുള്ളൂ അവിടെ? ഇല്ല, ആർക്കും മനസ്സിലാവുന്നില്ല. കഥകൾ പറഞ്ഞാലും തീരാത്ത കഥകൾ കരളിന്റെ ഉള്ളിൽ പതിയും. കഴിഞ്ഞോ? ഇതത്രേ ഉള്ളൂ. കൊണ്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന ഭയങ്കര കോമഡി ആയിട്ട് നിങ്ങൾ ഭയങ്കര ചിലപ്പോ നിങ്ങൾ കോമഡി ആവുന്ന, ചിലപ്പോ നിങ്ങൾ മണ്ടനായിട്ട് അഭിനയിക്കുന്നു. ഇതൊക്കെ അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറഞ്ഞു മോളെ നീ വന്നവരെ സൂക്ഷിക്കണം. എന്നോട് വന്നവരെ ആരും എടുത്തതില്ല പറഞ്ഞു. ആരും എല്ലാരും കണക്കാന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ഇന്ന് 23 വയസ്സാവും നാളെ. ഞാനില്ല ബർത്ത്ഡേ കിട്ടിയില്ലെങ്കിൽ കേക്ക് കിട്ടൂടാ. അതൊന്നും കിട്ടില്ല. നമ്മളെ അമ്മ കുഴിമന്തി അതായത് രാത്രി ആകുമ്പോ ഒരു സൈറൻ കേൾക്കാം. അപ്പൊ ഇപ്പൊ എന്ത് വേണമെങ്കിൽ പറയും ചെയ്യും പറഞ്ഞ ഈ ആളാണ് ഈ തലാന്ന് പറയണേ. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുറവ വേണം തിത്താരാതിത്തേതോ ബിസ്കണ്ടല്ലേ ബിസ്കണ്ട്. അത് വെച്ചിട്ട് വീണ്ടും ഞാൻ നോക്കി ചിരിക്കണോക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് എന്ത് സംസാരിക്കണം, ആരോട് സംസാരിക്കണം, എന്തോട് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ നിന്നോട് സംസാരിക്കാറുണ്ട്, ഞാൻ ഇവരോട് സംസാരിക്കാറുണ്ട്, അവരോട് സംസാരിക്കണം. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ തിരിച്ചു കിട്ടുന്ന നീ തിരിച്ചു തരുന്ന എന്താണോ, നീ തിരിച്ചു കിട്ടുന്നത് എന്താണോ, നീ തിരിച്ചു മോർണിംഗ് ടാസ്കിൽ പറഞ്ഞ അപ്പ എന്നുള്ളത് അമ്മ ആക്കി
ബാക്കി പറഞ്ഞു. നീ എന്താ ഞാൻ അപ്പാളത് നീ എന്നെ അമ്മാനെ പറഞ്ഞല്ലോ ഞാൻ അതാണ് ഇതാണ് അങ്ങനെ അത് ഇങ്ങനെയൊക്കെ. ഇന്നലെ ഏറ്റവും വലിയ സമയത്ത് act. നീ എന്താണ് നീ എന്നെ അതാണ് കൊള്ളാത്ത ക്യാപ്റ്റനാണ് ആ ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റൻ ആണല്ലോ. മോനെ അതിനുള്ള ഉദാഹരണമാണ്. നീ പോലും വോട്ട് ചെയ്യാത്ത സ്ഥാനത്ത് ഈ ലോകത്ത് ഈ BB6 ഒരു വോട്ടും കിട്ടാത്തോടത്ത് 11 വോട്ട് കിട്ടി എനിക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ ബുദ്ധിയാ. മനസ്സിലായി നിനക്ക്? നിങ്ങളെ ബുദ്ധി നിന്റെ വായല നാക്കല്ല നിങ്ങളെ കേട്ടാ. ബുദ്ധി ഒന്നല്ല. നീ വായല നാക്കുന്ന കാര്യമില്ല, കുറച്ച് ബുദ്ധിയാണ്. മൂള ബുദ്ധി ആ മോളെ ഈ വായന നാക്കേ. നീ മറ്റേ ആങ്കറിങ് ചെയ്യുന്നുണ്ടേ ഓട്ടോമാറ്റിക് പറയാൻ പറ്റും. നീ എന്റെ ഇതിനകത്ത് ആങ്കർ ചെയ്തിട്ടുള്ളല്ലേ എന്താ ആങ്കറിങ് ആടിനകത്ത് നിന്നിട്ട് അത് ആങ്കറിങ് ആണ് ഞാൻ ചെയ്തത്. അത് ഞാൻ ആങ്കറിങ് ആണ് ചെയ്തത്. ഞാനത് ആങ്കറിങ് ആണ് ചെയ്തത്. ഞാൻ ആങ്കറിങ് ആണ് ചെയ്തത്. എന്ത് വായി തോന്നി എന്ന് പറയാം. ഞാൻ ആങ്കറിങ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആങ്കറിങ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആങ്കറിങ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ആങ്കറിങ് ചെയ്തു. ഞാൻ എന്ത് ആങ്കറിംഗ് ചെയ്യുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ആങ്കറിംഗ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചെയ്യാത്ത സാധനം ചെയ്തത് എങ്ങനെയാണ്? ഞാൻ ചെയ്യാത്ത സാധനം ചെയ്തത് ഞാൻ കണ്ടത് ഞാൻ ചെയ്യാത്ത സംഭവം ചെയ്തത് നിങ്ങൾ പറയണ എങ്ങനെയാ? നീ ആങ്കറി ചെയ്തത് ഞാൻ എന്ത് ആങ്കറിംഗ് ചെയ്ത്? ഞാൻ കണ്ടത് എന്ത് ആങ്കറിംഗ് ചെയ്ത്? നിങ്ങൾ എന്ത് ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓരോന്ന് പറയാം. പുറത്ത് ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പാടില്ല. പുറത്ത് ചെയ്താൽ പറയാൻ പാടില്ല. എനിക്ക് അതിനുള്ള ഇതുണ്ട്. സംസാരിക്കാല്ലേ 20 മിനിറ്റ് ഇതിങ്ങനെ സംസാരിച്ചില്ല. അതിനുള്ള കഴിവ് നിനക്കുണ്ട്. അതിനുള്ള കഴിവ് നിനക്കുണ്ട്. അതിനുള്ള കഴിവ് ഇപ്പൊ ഇവിടെ ഇരുന്ന് തന്നെ പറഞ്ഞില്ലേ? ആളല്ലേ നീ അപ്പാന്ന് പറഞ്ഞ അമ്മന്നാക്കും. അങ്ങനെയാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരാളുടെ കാര്യം സംസാരിക്കും. നീ വേറെ ആളുടെ കാര്യം പറഞ്ഞത്. നീ വേറെ കാര്യം പറഞ്ഞത്. അത് നീ പറഞ്ഞ കാര്യമല്ല പറയണത്. അതിന് പറഞ്ഞത് നീ അപ്പാന്ന് ഇഷ്ടം പോലെ നീ എക്സാമ്പിൾ പറഞ്ഞു. നിനക്ക് പറഞ്ഞു കൊടുക്കുന്ന ആവശ്യമില്ലെന്ന്. ഞാൻ ടാസ്കിലല്ല പറഞ്ഞത്. നീ തോന്നിയോളം പറഞ്ഞു എനിക്ക് പറയാലോ. നീ തോന്നി പറഞ്ഞു എനിക്ക് പറയാലോ. നീ തോന്നി പറഞ്ഞു എനിക്ക് പറയാം. നിന്റെ വൃത്തിയ ടാക്സ് നീ നിർത്ത്. നിന്റെ വൃത്തിയ ടാക്സ് നീ ഇവിടെ നിർത്ത്. നിന്റെ വൃത്തിയ ടാക്സ് നീ ഇവിടെ നിർത്ത്. നിന്റെ വൃത്തിയ ടാക്സ് നീ നിർത്ത്. നീ നിന്റെ വൃത്തിയ ടാക്സ് നിർത്തിയാൽ കാര്യം നിന്റെ വൃത്തിയ ടാക്സ് നിർത്തിയാൽ നിർത്തും. നിനക്ക് മനസ്സിലായത് നീ നിർത്തി നിർത്തും. നീ പോലെ ചെയ്തില്ല. നീ ഭക്ഷണം വെക്കുന്നു ഭക്ഷണം വെക്കും. വെച്ചിട്ടുണ്ടോ നിനക്ക്? കോളേജിന്റെ കൾച്ചറൽ സമയത്താണ് ഞാൻ അവനെ ഫസ്റ്റ് ടൈം കാണുന്നത്.